guys, welcome back to VDogs. അപ്പോൾ ഇന്നത്തെ ചലഞ്ച് ഗിബ്ലി ചലഞ്ച്. ബ്രോ എന്തിനാ പറഞ്ഞതൊക്കെ? ഇവിടെ പിന്നെ എന്തിനാ അങ്ങനെ വെച്ചാണ് നമ്മള് ബ്രോ മൺമളൊന്നുമില്ല, ഇത് കണ്ടിന്യൂ ആണ്. അതെ ഗിബ്ലി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഇൻസ്റ്റാഗ്രാമിൽ ഓടിക്കൊണ്ടിരിക്കുന്നത് അതെല്ലാവർക്കും അറിയാടേ, അതെല്ലാവർക്കും അറിയാം. ഗിബ്ലി ചലഞ്ച് എന്താന്ന് ഞാൻ പറയാൻ വന്നത് കേട്ടോ. ഗിബ്ലി ചലഞ്ച് എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇൻസ്റ്റയിലെല്ലാം വൈറലായിട്ട് നിൽക്കുന്ന ആ ഗിബ്ലി ഫോട്ടോസും കാര്യങ്ങളും നിങ്ങൾ കണ്ടിട്ടുണ്ടാവല്ലോ കുറെ. ആ സാധനം നമ്മൾ ഫിലിമിലെ ഒരു പിക്ചർ എടുത്തിട്ട് ഏത് ഫിലിം ആണെന്ന് കണ്ടുപിടിക്കണം. ആ പിക്ചർ ഗിബ്ലി ആക്കി മാറ്റിയിട്ട് ആ സിനിമ ഏതാണെന്ന് നമ്മൾ കണ്ടുപിടിക്കണം. അതാണ് ഇന്നത്തെ ചലഞ്ച്. ലെറ്റ്സ് ഗോ ഗൈസ്, ലെറ്റ്സ് ഗോ. ഫസ്റ്റ് റൗണ്ട് പ്ലീസ്, ഫസ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ലൂസിഫർ 2 അല്ല, എമ്പുരാനാണ്. ലൂസിഫർ 2 ലൂസിഫർ 2 എമ്പുരാനാണ് എന്റെ പേര്. ലൂസിഫർ 2 ആണ്. അങ്ങനെയല്ല, ആ രംഗം വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനകത്താണ്. ആ സിനിമ തന്നെ ലൂസിഫർ 2 എമ്പുരാനിലാണ്. 3 2 1 0. -2 ഈ പറക്കുന്ന 2 3. എനിക്കറിയാം, ഇല്ല ഞാൻ പറയാം. എന്തായിരുന്നു ഞാൻ ഏതാ സിനിമ ഞാൻ പറഞ്ഞു തരട്ടെ. ഏതാ സിനിമ ഞാൻ പറഞ്ഞു തരട്ടെ. ആ ദിലീപ് സ്പിരിറ്റ് എടുത്ത പടമില്ലേ, ഈ പറക്കുന്ന അതെ ഏതാന്നല്ലേ. ഞാൻ വിചാരിച്ചേ എന്താ ദിലീപ് സ്പിരിറ്റ് എടുത്ത അത് തന്നെ പരമജീവിതത്തിന് പാടാതിരിക്കല്ലേ. പരമജീവിതത്തിന് ഇത്ര സമയമൊന്നുമില്ല. നമ്മള് കൈ പോകാൻ നിങ്ങൾ നമുക്ക് ഒരു ചായ അടിച്ചിട്ടത് ഒരു ക്ലൂ പറഞ്ഞേ. പറയട്ടെ. അക്ഷരം സി. സിയാ മൂവടി സദ. പോട്ടെ, ഞാൻ വിട്ട്. 1 2 3. എനിക്ക് സിനിമ അറിയാലോ. ഈ സിനിമ അറിയില്ലേ? എപ്പോഴും മറ്റേ ചാനലിൽ വരുന്ന സിനിമ ആണോ? പറയണ്ട, എനിക്ക് കിട്ടി. വേണ്ട ക്ലൂ ഒന്നും തരണ്ട. ബ്രോഡാഡി അതായിരുന്നു. ഒരു പക്ഷെ ഞാൻ പറയണോ വേണ്ടെന്നൊരു കൺഫ്യൂഷൻ ആയിരുന്നു. ബ്രോയ്ക്ക് അറിയായിരുന്നാ? ഫോർത്ത് റൗണ്ടിലേക്ക് പോകുമ്പോൾ പോയിന്റ് സിസ്റ്റം നോക്കുമ്പോൾ എഡ്വിൻ BCB 1, ജക്ടർ മൈമി -3, കെൻസി കൊമ്പൻ -1. ചേട്ടായിക്ക് ഒന്നുണ്ട് മോനെ. കുഴപ്പമില്ല. Okay, next one please. ലൂക്ക. ചാർലി. ഞാൻ പറയാൻ വേണ്ടി വന്നാണ്. -4. ഓ കൊമ്പാച്ചൻ ഇത് എങ്ങോട്ട്? ഇയാളിത് കീപ്പോട്ടെ. 1 2 3. അല്ല, കമന്റി പടം. അത് ഫസ്റ്റിലെ കൊത്ത എനിക്ക് വന്ന് അതിന് മറ്റേത് ഓർമ്മ, പക്ഷെ എനിക്ക് പേര് കിട്ടില്ല പെട്ടെന്ന്. 1 പ്രണയം 2 3. അല്ല, ഹൃദയം. ഇനിയില്ല. 1 ഞാൻ പ്രണയ സിനിമ ഇത് അങ്ങനെ വന്നു പെട്ടെന്ന് അറിയാതെ പ്രണയമായി. ശരി, അതറിയാതെ കയറി പോയതാണേ. നരസിംഹം. -2. ചേട്ടന്റെ പടമാണല്ലോ കൂടുതൽ. ഞാനല്ലേ 6 നമ്പർ നന്നായി, എനിക്കത് മനസ്സിലായി. പറഞ്ഞിട്ട് പറഞ്ഞാൽ മതിയായിരുന്നു. ആടൊരു അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. നേരത്തെ നരസിംഹം സ്ലൈഡ് ചെയ്തപ്പോ തന്നെ അത് നിങ്ങൾ കണ്ടില്ലേ? നീ കണ്ടില്ലടാ. ചുമ്മാ എന്ത് ചെയ്ത് ഇയാളും കണ്ട് ആദ്യം കൈപൊക്കി പറഞ്ഞ ഞാനൊന്ന് ഒരു സെക്കൻഡ് പറഞ്ഞില്ല. ഞാനത് ഓർത്തിട്ട് കൂടിയില്ല. ആൻഡ്രോയിഡ് ഉന്നപ്പൻ. പെട്ടെന്ന് പോയിന്റ് മീശ മാധവൻ. പെട്ടെന്നുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. ഞാനാ ഫസ്റ്റ് ഞാനല്ലേ ഓക്കെ. എഴുതിക്കോ. ഞാൻ പറഞ്ഞു അവിടെ കൈ പൊക്കിയത് ഞാനേ പറഞ്ഞത് ഇങ്ങനെ. അതെ, കൈ ഫൗൾ.
നീ പൊക്കിണ്ടേ ഗോട്ട് അല്ല ഇനി ഞാനാ ബുക്ക് ചെയ്തത്. ആ 1 2 3 2 3 പേരുടെ ആടുജീവിതം ഞാൻ പറഞ്ഞു. ആടുജീവിതം എന്ന് പറഞ്ഞ ഇയാളെന്താ ഞാനാ ബുക്ക് ചെയ്തേ. ഇയാളെവിടെ നിന്ന് ഞാൻ പറഞ്ഞു എന്തേനു ഇങ്ങോട്ട് വന്നേ നീ എങ്ങോട്ട് ഇരുന്നേ നീ കുഴപ്പമില്ല, നീ ഒരു കോമ്പറ്റീറ്റീവ് വസ്തു അല്ലത്. അല്ലേ -2 -3 ഗോ തെറ്റിച്ച് കിളിച്ചുണ്ട് മാമ്പഴം അല്ലേ അത് മൈനസ് അയ്യോ ഇത് ഏതാണ് പാടം മഴയൊക്കെ എല്ലാ സിനിമയിലും ഉള്ളേ എനിക്കറിയാൻ മേല ഞാൻ വിട്ട് ആ 1 2 3 അങ്ങനെയാണ് നീ 1 2 3 1 2 3 അങ്ങനെയല്ല 1 2 3 എന്ന് പറയുമ്പോൾ സെക്കൻഡ് അവിടെ കഴിഞ്ഞിട്ടുള്ളൂ. നെക്സ്റ്റ് വൺ പ്ലീസ്. ആ ഫസ്റ്റ് ചെയ്യാനായിരുന്നു ഗൈസ്. അപ്പൊ എന്തായാലും നമ്മൾ ഈ ഒരു റൗണ്ട് റീചെക്ക് ചെയ്യാൻ വേണ്ടി ക്രൂവിന്റെ ആയി കൊടുത്തായിരുന്നു. ക്രൂ ഉടനെ പറഞ്ഞു നമ്മൾ ഒരേപോലെയായിരുന്നു. അപ്പൊ നമ്മൾ എന്തായാലും ഈ ഒരു ഇത് ഓർഡർ മിനിറ്റ് തീരുമാനിക്കാൻ വേണ്ടി സ്റ്റോൺ പേപ്പർ സീസർ ഔട്ട് ഓഫ് 3 സ്റ്റോൺ പേപ്പർ സീസർ സ്റ്റോൺ പേപ്പർ സീസർ സ്റ്റോൺ പേപ്പർ സീസർ സ്റ്റോൺ പേപ്പർ സീസർ Stone, paper, scissor. Stone, paper, scissor. Stone, paper, scissor. ഞാൻ മറന്നുപോയി. ആണോ അന്ന് തെങ്ങ് കയറി കൈവിട്. പിന്നെ എന്ത് കാണിച്ചാണ് റൈഫിൾ ക്ലബ്ബ്. എടോ പറയാൻ വേണ്ടി വന്നേ, പക്ഷെ എനിക്ക് ആ ഇത് കിട്ടിയില്ല. ആവേശം മാർക്കോ മൈമി -2 KFC കൊമ്പൻ 1. ഓ അപ്പൊ ഇവര് തമ്മിൽ ഭയങ്കര കോമ്പറ്റീഷൻ. ഞാൻ പോയി. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പ്ലീസ്. എന്നാ ഒരു കാര്യം ചെയ്യും, അടുത്ത 5 പേര് പറയണ്ട, കോമ്പറ്റീഷൻ വരട്ടെ അങ്ങനെ അടുത്ത 5 പിക്ചർ പറയത്തില്ല. മണിച്ചിത്രതാഴ് വരട്ടെ കോമ്പറ്റീഷൻ നിന്റെ അടുത്ത് 5 കളി കളിക്കരുത് കണ്ടോണ്ട് വെറുതെ പൊക്കി. ദൃശ്യം വെടുക്കന്മാര് കേറി വന്ന് എന്നെ വെട്ടിക്കോ. 0 പണി ഞാൻ 2 കൂടെ എടുത്തിട്ട് ഞാൻ വീട്ടിൽ പോകും. പറ്റുമെങ്കിൽ എടുക്കും സാർ. പറ്റുമെങ്കിൽ ഈ 2 ഞാൻ എടുത്തു കഴിഞ്ഞാൽ എനിക്ക് ഓരോ ഇതിന് 3 പോയിന്റ് വെച്ച് തരും. പേടിയാണ്. രണ്ട് റൗണ്ടിന് 5 മിനിറ്റ് വെച്ചാൽ ഇല്ലാന്ന് പറഞ്ഞത് ഇവിടെ -7 പറഞ്ഞ പോടെ 3 പോയിന്റ് 2 പോയിന്റ് 4 ആയിട്ടാ 4. ഇതിനകത്തോടല്ലേ ഇവന് 7 പോയിന്റ്, എനിക്കിപ്പോ 4 ആയില്ലേ. പടത്തേല് ഞാൻ പറഞ്ഞു കഴിഞ്ഞാ 3 ആവും, അപ്പൊ ടൈ ആവും. കല്യാണരാമൻ 3 പോയിന്റ് ഇട്. എനിക്കൊരു അയാളെ കുറയ്ക്ക്. ഇത് അവസാനത്തല്ലേ, അവസാനത്തെ ഉത്തരം പറയാൻ ജയിച്ചു. എന്നാ പിന്നെ അവസാനം വരെ ചുമ്മാ ഇരിക്കാം. ഇതിന് 10 പോയിന്റ്. ഇത് മറ്റേതാ ജാക്ക് പോട്ട് ഒരു ഫോട്ടൂല കൂട്ടൂല. 3 2 1 എന്നിട്ട് കാലൊക്കെ പൊക്കുന്നുണ്ടായിരുന്നല്ല. എന്നിട്ട് പറയാൻ പറ്റുന്നില്ലേ? നോക്കട്ടെ. ദൃശ്യം 2 ഒന്ന് പോടാ, നിനക്ക് നീ പറയണ്ട. അപ്പൊ ഞാൻ മാത്രല്ലേ ഉള്ളൂ. ഇത് പറഞ്ഞില്ലെങ്കിൽ ഉണ്ടല്ലോ തോറ്റ്. ഇത് പറഞ്ഞില്ലെങ്കിൽ മൈനസ്. ഞാൻ വെറുതെ ഇങ്ങനെ ചിലപ്പോ വിട്ട് കളയും ക്വസ്റ്റ്യൻ.
വിനോദയാത്ര. ഇയാൾ ഓൾറെഡി കാലുവോക്കി ടൈം തീർന്നു. കയ്യില് കാലുപൊക്കി എന്നാ നിങ്ങൾ കൈവോക്കി പറഞ്ഞോ 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 ഓൾറെഡി കൈ ഓൾറെഡി കൈ പോക്കല്ലേ യാത്ര. അയ്യോ ഇനി ഒരെണ്ണം കൂടി കൈവോക്കി പറയണ. എനിക്കറിയാൻ മേല. വെട്ടമാണോ? ആ ഇല്ല. എന്റെ മനസ്സിൽ ഞാൻ കൈവോക്കി പറഞ്ഞു തോറ്റ്. ഇത് മറ്റേ വിനോദയാത്ര മറ്റേ ഫോട്ടോ ജയിച്ചു. Guys, അങ്ങനെ നമ്മുടെ ഈ ഒരു ഗിംബ്ലി ചലഞ്ച് ഇവിടെ തീരുമ്പോൾ ഏറ്റവും കൂടുതൽ പോയിന്റ്സ് എടുത്തുകൊണ്ട് പറഞ്ഞു കൊടുക്കുക. -3 ആയിട്ട് വെയിറ്റിംഗ് BCB ആണ് ഏറ്റവും അവസാനം നിൽക്കുന്നത്. അല്ല -3 അല്ല. The one and only winner 8 points at Edwin Jones. ഞാൻ തന്നെ എന്തൊരു ഗതികേടല്ലേ ഞാൻ തന്നെ എനിക്ക് വേണ്ടി ഇങ്ങനെ ഇത് പറയും. നിങ്ങൾ എന്താ ഒന്നും മിണ്ടാത്തെ? ഇടയ്ക്കൊക്കെ അല്ലേ ഞാൻ നിങ്ങൾ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കൂ. അങ്ങനെ സെക്കൻഡ് പൊസിഷൻ നോക്കുവാണെങ്കിൽ നമ്മുടെ ലാസ്റ്റത്തെ ഒരു പൊസിഷൻ ഉണ്ടെങ്കിൽ അതിന്റെ അടിയിലേക്ക് നിലവാരം കുറഞ്ഞുകൊണ്ട് നമ്മുടെ എന്താണ് ബ്രോ ഇതിൽ പറയാനുള്ള ബ്രോ? ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്തത് ഞാൻ. തെറ്റിച്ചേക്കുന്നത് ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തതിന് ജാക്ക് പോട്ട് നന്നായിട്ട് കളിച്ചു കിട്ടണ്ട. യൂണിവേഴ്സിറ്റി എക്സാം അല്ല എല്ലാ ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്തിട്ട് ഇങ്ങനെ മാർക്ക് ഇട്ടേരെ ബ്രോ. ഇത് ചലഞ്ചാണ് ബ്രോ. അതിനനുസരിച്ച് എടുക്കുക. ഗൈസ്, അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുന്നതായിരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയൊരു വീഡിയോ കാണുന്നവരെ ലവ് യു ഓൾ.